നടന്മാര് ഇടിയാണ് ഒന്ന് ചിന്തിച്ചു നോക്ക്. കണ്ണടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കണ്ണിന്റെ ഉള്ളിൽ എത്ര നടന്മാര് തെളി എന്നും കൊന്നും മലയാള സിനിമയ്ക്ക് നടന്മാരെ കൊണ്ട് ഇഷ്ടംപോലെ നടന്മാരുണ്ട്. ഇവർക്കുള്ള പ്രത്യേകിച്ച് ദുൽഖറിന്റെ ഭാഗ്യം എന്താണെന്നറിയോ? മിക്കപ്പോഴും ഇവിടുത്തെ മികച്ച നടന്മാരെ കൊണ്ടുപോയിട്ട് കുന്തം പിടിപ്പിക്കാനും തമിഴ് സിനിമയെ കൊണ്ടിരുത്താം. ആലോചിക്കുക, ഷൈനെ പോലെ, ഷൈൻ ടോമിനെ പോലെ നല്ലതാണ്. ഷൈൻ നല്ല നടനാണ്. ആസ് എ ഒച്ച വർത്താനം പറയുമ്പോൾ വർത്താനം പറയെങ്കിലും ആസ് എ ആക്ടർ പൊട്ടൻഷ്യൽ ഉള്ള നടന് അയാൾ നന്നായിട്ട് അഭിനയിച്ച. ഇപ്പൊ ഞാൻ പറഞ്ഞത് അയാള് കുറെ അത്തളപുത്തല പോലെ അഭിനയിച്ച പടങ്ങളുണ്ട്. ഒരു വാല്യൂ ഇല്ലാത്ത പടം. പണ്ട് ആദ്യകാല സിനിമകളിലും ഇപ്പൊ ഇടക്കാലത്തും ചില എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അതേസമയം ഈ മനുഷ്യൻ തന്നെയാണ് ഈ നമ്മുടെ രതിപുഷ്പമല്ലോ മറ്റേ അതിലഭിനയിച്ചതും അതിലും നല്ലതായിട്ട് പറ്റത്തില്ലേ നമ്മുടെ നീലവെളിച്ചത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്ന് പി ജാനിനൊക്കെ അഭിനയിച്ചിട്ട് അതിനൊന്നും നമുക്ക് അഭിപ്രായം പറയാനില്ല. അതല്ല, ഷൈനൊക്കെ അഭിനയിച്ചത് നമ്മുടെ മറ്റേ ഇതില്ലേ പിന്നെ ദുൽഖറിന്റെ തന്നെ കമ്മിറ്റി പടം, അങ്ങനത്തെ ചില ഡാർക്ക് കഥാപാത്രങ്ങളുണ്ട് പുള്ളിയുടെ. അസാധ്യ രസമായിട്ട് അഭിനയിക്കും പുള്ളി. അപ്പൊ അതായത് എപ്പോഴും മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഈ മഹാനായിട്ടുള്ള മമ്മൂട്ടിയാണ് തുറപ്പുലാൻ അഭിനയിച്ചത് ആലോചിക്കണം. ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അഭിനയിച്ചത് അക്രമാക്കിയത്. ഇതേ ആൾക്കാർ ഏറ്റെടുത്തു. അത് നല്ല ഏറ്റെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറപ്പുലാനൊക്കെ ഫണ്ട് നമുക്ക് മോഹൻലാലിന്റെ ഒടിയുണ്ട്. മോഹൻലാലിന്റെ അങ്ങനെ 100 കണക്കിന് മോഹൻലാലിന്റെ പടങ്ങളുണ്ട്. പൊട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണിച്ചു. അതായത് ആരാണോ, അതായത് ഡയറക്ടർ ഇല്ലേ, ഡയറക്ടർ കഥാകൃത്ത് നിർമ്മിച്ചെടുക്കുന്ന പടങ്ങളില്ലേ, അവരുടെ കോൺട്രിബ്യൂഷൻ ഒരു നടനിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോ അയാള് ഇപ്പൊ വടക്കം വീരാത ഒരു സിനിമ MT എഴുതുന്നു, ഹരിഹര സംവിധാനം ചെയ്യുന്നു, മമ്മൂട്ടി അഭിനയിക്കുന്നു. ഡയലോഗിന്റെ ഭംഗി, കാച്ചിക്കുറുക്ക് ഡയലോഗ്, ഭീകരമായിട്ടുള്ള ഡയലോഗിന്റെ ഭംഗി, ബ്യൂട്ടി, ഫ്രെയിം വയ്ക്കുന്നതിലും മറ്റേ ഷോട്ട് സെറ്റ് ചെയ്യുന്നതിലും അഭിനയിപ്പിക്കുന്നതിലും മറ്റേ അതിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹരിഹരൻ സാറിന്റെ സ്കില്ല്, പോരാത്തിന് അഭിനയത്തിന്റെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള നാടകം. ഇത് മൂന്നും കൂടി ചേരുമ്പോ അപാരമായിട്ടുള്ള സാധനമാണ് വരുന്നത് സ്ക്രീനിൽ. ഈ സാധനം തന്നെ ഈ നടൻ സംവിധായകന്മാർ, കഥാകൃത്തുമാറി വേറെ എഴുതും. പക്ഷെ മഹാനല്ല അമ്പിയെ പോലെ അതെന്തോരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയ്ക്കൊപ്പി സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളുണ്ട്. അപ്പൊ ഇവരുടെ പാകത്തിനുള്ള കഥയെ മമ്മൂട്ടി എന്ന് പറഞ്ഞ കഥ വ്യക്തിയിൽ നിന്ന് വരൂ. പട്ടണത്തിൽ ഭൂതത്തിലെ ഭൂതമായിട്ട് അഭിനയിക്കുമ്പോ അത്ര തന്നെ ഉള്ളു. ഏഞ്ചലിനുള്ള അഭിനയിക്കുമ്പോ മോഹൻലാൽ കാണിച്ചു വിട്ടേ. ലിമിറ്റേഷൻ വെച്ചാല് ഇപ്പൊ അവര് കണ്ണാടികളാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, നടന്മാർ കണ്ണാടികളാണ്. എങ്ങനെയാണോ ഡയറക്ടർ അവർക്ക് വേണ്ടി നല്ല കണ്ണാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു നിൽക്കുന്ന 2 കണ്ണാടികൾ മോഹൻലാൽ മമ്മൂട്ടി. നമ്മള് പലതരം കണ്ണാടി ഉണ്ട്. അങ്ങനെ നല്ലൊരു കണ്ണാടി, കുറച്ച് പഴക്കം ചെന്ന പൊടി പിടിച്ച കണ്ണാടി. പിന്നെ എങ്ങനെയാണ് കുറെ കാലം ഉപയോഗിക്കാണ്ട് വെച്ചിരുന്ന ക്ലാവ് പിടിച്ച കണ്ണാടി ഉണ്ട്. ക്ലാവ് പിടിച്ച കണ്ണാടിയിൽ നമ്മൾ വ്യക്തമായിട്ടൊന്നും കാണില്ല. എന്തൊക്കെയോ ഇത് കുറച്ചുകൂടി ഭംഗിയുള്ളതിൽ കുറച്ചുകൂടി നന്നാണ്. ഇതുപോലെ മമ്മൂട്ടിയൊക്കെ എത്ര നമ്മൾ പോളിഷ് ചെയ്യുന്നോ അത്രയധികം പോളിഷ് ചെയ്യുന്നല്ല, ഇവര് പോളിഷ്ഡ് ആണ്, ഇനിയൊന്നും ചെയ്യാനില്ല. ഇത് തെളിഞ്ഞിരിക്കുന്ന 2 കണ്ണാടികൾ. പിന്നെ ഓരോ സ്കില്ല് പറയുന്നവർ ഇങ്ങനെ കണ്ണാടി മങ്ങി മമ്മൂട്ടി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു റിഫ്ലക്ഷൻ പോലെയാണ്, നമ്മൾ എത്ര വൃത്തിയാക്കുന്നോ അത്രയും. അദ്ദേഹം ഇനി സിനിമയിൽ അഭിനയിക്കും എന്നുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണാടി പോലെയാണ്, ഇനി എത്ര തുടയ്ക്കുന്നോ അതിനനുസരിച്ച് ഞാൻ ഇനി സിനിമ മരണം വരെ. മോഹൻലാല് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അങ്ങനെയല്ല, അത് വ്യത്യാസമുണ്ട്. മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ, എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു. ഓക്കെ, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മോഹൻലാൽ എന്ന നടനോട് കോമ്പറ്റേറ്റ് ചെയ്തിട്ട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ? ആക്ച്വലി കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാൻസിന്റെ ഇടയിലുള്ള ഒരു ടോക്ക്. അതല്ല, അങ്ങനെയല്ല കോമ്പറ്റീഷൻ. അവനങ്ങനെ അഭിനയിച്ചില്ലേ, അതെനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉള്ളിലുണ്ടാവുന്നേ, അത് നമ്മൾ പറയുന്നല്ല, ഞാൻ പറയണല്ലേ, അതെനിക്കറിയാൻ പറ്റും. ഓക്കെ, ഞാൻ കാണുന്നതാണെന്ന് ഞാൻ പറയുന്നേ. എന്നുവെച്ചാൽ ഇപ്പൊ എനിക്ക് എന്റെ ഒരു മറ്റേ വിക്രമാദിത്യ എന്ന് പറഞ്ഞ സിനിമ അതിനൊരു ഉദാഹരണമാണ്. അവർ തമ്മിൽ ഇടിയല്ല, യുദ്ധമല്ല. വിക്രമിനും മുകളിലേക്ക് ആദിത്യനോണെന്ന് ആദിത്യനെ വെട്ടണമെന്ന് വിക്രമിനും ഉള്ളൊരു അതൊരു ഫ്രീ ആയിട്ടുള്ള ഫ്ലോ ആയിട്ട് വിട്. യുദ്ധമല്ല വെച്ചാല് അവന്റെ നല്ല അതുപോലെ തന്നെ എനിക്കൊന്നും കിട്ടാതെ നന്നായിരുന്നു. മമ്മൂട്ടി തേടി പിടിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിൽ ലേസിയാണ് വരണത് എടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കുറെ സിനിമ പൊട്ടിയിട്ടുണ്ട് മോഹൻലാൽ. മോഹൻലാൽ അത് ബോധർ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എന്റെ അടുത്ത് പറയട്ടെ,
മമ്മൂട്ടി ചെയ്തു വെച്ച വൈറ്റ് കഥാപാത്രങ്ങളെ മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ പറ്റും ഏത് തോന്നുന്നു. കഥാപാത്രം? വൈസ് വേഴ്സ. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ മമ്മൂട്ടി ഇപ്പൊ അടുത്തൊരു ഗേ ആയിട്ട് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഒരു 2 വർഷം മുന്നേ ഇറങ്ങിയ. പേരെനിക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടുപേർക്കും അതിന് പകരം ഇത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, അതെന്താണെന്നറിയോ ഇതിൽ വ്യത്യാസം എന്നറിയോ? മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ, എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. രസതന്ത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല. അതല്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. അങ്ങനല്ല അതല്ല ഞാൻ പറയുന്നത്. അത് ഒരാൾക്ക് വേറെ മറ്റൊരാൾക്ക് അഭിനയിക്കാൻ അങ്ങനല്ല ഇതിന്റെ തോട്ട് വന്നേ. അതായത് അപ്പു ഒരു പടം നമ്മളിപ്പോ കാണിച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ എന്റെ ഒരു കാഴ്ചപ്പാടില് എപ്പോഴും നമ്മള് സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് എബോ പ്ലസ് 35+ ആയിട്ടുള്ള ഒരാളായിട്ട് മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പറ്റും. മനസ്സിലായി എന്താണെന്ന്? ഇല്ല, അതായത് യങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് പറ്റില്ല വഴങ്ങില്ല. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ 35+ പറ്റുള്ളൂ എന്നും. അതായത് ആക്ച്വലി പുള്ളി സിനിമയിൽ വരുമ്പോ തന്നെ 10-35+ ആണ്. അതിന് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, വലിയ ആറ്റിറ്റ്യൂഡ്. അത് പുള്ളിക്കുണ്ട് നടപ്പിലും ഇരിപ്പിലും. ക്യാപ്റ്റൻ രാജൊക്കെ പറഞ്ഞില്ലേ, മമ്മൂട്ടിയുടെ മമ്മൂസിന്റെ അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഹത്തിന്റെയാണ്. അയാൾ പ്രേമിക്കുമ്പോൾ ഒരു രാജകീയത ഉണ്ടാവും, ഒരു സിംഹത്തിന്റെ ഒരു ഇതുണ്ടാവും. അയാളുടെ നടത്തത്തില്, അയാളുടെ പാട്ടില് കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ഒരു സാധനമുണ്ട്, ആ ഒരു സംഭവം ഉണ്ട്. പക്ഷെ മോഹൻലാലിന് ഒരു ഓറയുണ്ട്. മോഹൻലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല കുട്ടിയാണ് എന്നും. തിലകൻ പറഞ്ഞിട്ടുണ്ട്, തനിയാവർത്തനം പറഞ്ഞിട്ടുള്ളൊരു സിനിമയില് മാഷിന്റെ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് തിലകന്റെ അടുത്തിട്ട് ഇങ്ങനെ എന്റെ സിബിയൻ എന്ന് പറഞ്ഞു സംഭവം. അങ്ങനെ അത് ചോദിച്ചു. ഞാൻ മോഹൻലാലിനാണ് അറിയുന്നത്, ശരിയാവൂല എന്ന് പറഞ്ഞു. അല്ലേ, മമ്മൂട്ടിയുടെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തേ മോഹൻലാലാണെങ്കിൽ കോളേജ് സ്റ്റുഡന്റ് ആവുള്ളൂ, പ്രൊഫസർ ആവില്ല. അങ്ങനത്തെ പ്രൊഫസർക്ക് എന്തോ മാഷാവുള്ളൂ. ഞാനും മമ്മൂട്ടിയോട് ഉദ്ദേശിച്ചത്, ഞാൻ ചോദിക്കാൻ വേണ്ടി ഒന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കാരണം വെച്ചാല് അതായത് അപ്പൊ തിലകൻ പറയാൻ കാരണം എന്താണ്? മെച്യൂരിറ്റി എന്ന് പറയുന്നത് മമ്മൂട്ടിക്കാണ്. കാരണം വെച്ചാൽ മോഹൻലാല് ഈ 10-17 വയസ്സുള്ളപ്പോ ഇങ്ങനെ സിനിമയിൽ അവരെ തുടങ്ങി, തിരനോട്ടം, പിന്നെ അങ്ങനെ വന്ന് ആളുടെ കുസൃതിയോടൊപ്പം തന്നെയാണ് സിനിമയിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ട്. മമ്മൂട്ടി മനസ്സിലായി കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഏത് അഭിനയിക്കാൻ പഠിച്ച് അഭിനയിക്കുന്നത്. മോഹൻലാൽ പഠിച്ചഭിനയിക്കുന്ന ആളല്ല. മമ്മൂട്ടി പല ഒരു തേക്കും, മോഹൻലാൽ തേക്കാതെ അയാൾ ബോധർ ചെയ്യുന്നില്ല, അയാൾ അഭിനയിക്കുന്ന ആളുടെ ഇഷ്ടം. ഞാൻ പറയാന്ന് വെച്ചിട്ട് ഇനിയൊരു കാര്യം വെച്ചാല് മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞിട്ട്, മമ്മൂട്ടി ആ നേരത്തെ പറഞ്ഞിട്ട് +35+ ഉള്ള ഒരു കഥാപാത്രമില്ലേ, അത് മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ അഭിനയിച്ച് വലിപ്പിക്കാൻ എളുപ്പമല്ല ആർക്കും. എക്സെപ്ഷനലി മോഹൻലാൽ പലതും ചെയ്തിട്ടുണ്ട്. പ്രേമം പോലത്തെ പടങ്ങളൊക്കെ, പ്രണയം പോലത്തെ, പ്രണയം അതിലത്തെ വയ്യാത്ത കഥാപാത്രം, തന്മാത്ര പോലത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അവരെ കമ്പയർ ചെയ്യല്ല, അവർക്ക് അവരുടേതായ രീതികളുണ്ട്, ശൈലികളുണ്ട്. ഇപ്പൊ വാമനപുരം ബസ് റോഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. മോഹൻലാൽ കുറച്ച് സ്ത്രീന്നതല്ല, ഒരു MGR ഫാനാണ്. MGR ഒക്കെ അന്ന് നടക്കുന്ന കുറച്ച് മറ്റേ അന്നത്തെ സിനിമാ ശൈലിയിൽ കുറച്ച് ഇതാണ്. അപ്പൊ അങ്ങനെ നോട്ടവും ഒരു ശൃംഗാരവും അങ്ങനെയൊക്കെയാണ്, ആഡിയോലിങ്ങുള്ള ഒരു അഭിനയം. പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ട് കോമളത്തിൽ കാണിക്കണം, അങ്ങനെയാണ്. പക്ഷെ മോഹൻലാലിനത് പറ്റുള്ളൂ. ഏറ്റവും നല്ല ഉദാഹരണം പറയാം, പടം ഫ്ലോപ്പായി മലയിക്കോട്ടെ വാലിബൻ. മോഹൻലാലിനെ റീപ്ലേസ് ചെയ്തിട്ട് ആരെങ്കിലും അഭിനയിക്കാൻ പറ്റും? പാടാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരൊറ്റ സീൻ പറഞ്ഞു. അതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത്, അത് പ്രശ്നമല്ല, അത് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള AJPന്റെ ഒരു സ്റ്റൈലാണ്. അതായത് അല്ല, AJP അല്ല, സോറി, മാറിപ്പോ. ഇപ്പൊ ഈ സിനിമ മൊത്തം പല പല ആൾക്കാരുടെ കയ്യിലാണല്ലോ. എൽജന്റെ അതെ, ഇപ്പൊ ഈ കാരണം ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ മലയാള സിനിമേന്റെ പോക്ക്. അപ്പോ ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഡയറക്ടർ കടലേക്ക് വാങ്ങിക്കാൻ പോകുന്ന, അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു ശൈലി. പക്ഷെ ആ ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സീനില് എന്തൊക്കെ നമ്മളെ വ്യൂവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിൽ 100 കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോ ആ ഒരു ഷോട്ടില്. സീനിനല്ല പറഞ്ഞ ആ ഒരു ഷോട്ടില്. അപ്പോ ഈ ഷോട്ടും സീനും ഒന്നാക്കുന്ന ഒരാളാണ് പൊതുവെ AJP എന്ന് പറഞ്ഞൊരു വ്യക്തി. അല്ല, വീണ്ടും തെറ്റി, ലിജോ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു അറ്റൻഷൻ സ്പാൻ ഒന്നും വർക്ക്ഔട്ട് ആയിട്ടുണ്ടാവില്ല ഇപ്പത്തെ ഓഡിയൻസിന്. അല്ല, അതെന്താ വെച്ചാല് അതിന് പ്രധാന കാര്യം വെച്ചാല് ദേവദൂതൻ സിനിമ ഇറങ്ങിയപ്പോൾ ദേവദൂതൻ സിനിമ പരാജയപ്പെട്ടു.
പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വളരെ നല്ല ലാഗ് ഉണ്ട് ആക്ച്വലി ആ സിനിമ. അത് ഭയങ്കര സ്ലഗ്ഗിഷ് ആയിട്ടാണ് നീങ്ങുന്നത്. പറയട്ടെ, അത് ലേഖായതുകൊണ്ട് ഇതൊന്നല്ല. അന്നത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്നറിയോ? അന്നത്തെ ആൾക്കാര് ആക്ടേഴ്സിന്റെ മറ്റെന്താണ് പടം, അങ്ങനത്തെ പടമില്ലേ, ആ ജോണർ ക്ലാസ് ആയിരിക്കും, മാസല്ല. ആ ജോണർ പടം അവരുടെ ബുദ്ധിക്ക് വർക്കൗട്ട് ആവില്ല, കണക്ട് ആവുന്നില്ല. ഈ 2-3 പ്രാവശ്യം കണ്ടുകഴിഞ്ഞാൽ ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഈ ലിജോടെ മലൈക്കോട്ടെ വാലിബിന് ഇഷ്ടപ്പെടാൻ കാരണം, ഞാൻ ഈ മറ്റേതില്ലേ ഗ്രിം ബ്രദേഴ്സ് പറഞ്ഞിട്ട് പടങ്ങളുണ്ട്. ഗ്രിം ബ്രദേഴ്സ് അവരെ ഒരു പഴയ നാടോടി കഥകളില്ലേ, അതിനെ ഇംഗ്ലീഷ് അതിനെ ഇത് ചെയ്തേക്കണത് ഇംഗ്ലീഷ് ആക്കി രീതികൾ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടോടി കഥയാണ്. ഒരു നാടോടി കഥ എങ്ങനെ ഫ്രെയിം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതാണ് സാധനം. പക്ഷെ മോഹൻലാൽ ചെയ്തപ്പോ മോഹൻലാൽ ചെയ്തോണ്ടല്ല, നാടോടി കഥകൾ ഒരിക്കലും ഉണ്ടല്ല ഒരു കാര്യമുണ്ട്, സ്പീഡ് ആൻഡ് സ്പൈക്ക് ആയിരിക്കില്ല. കാരണം അതിന് ഇമോഷൻ ഉണ്ട്, അതിന് സഞ്ചരിക്കുന്ന പോയിന്റുകളുണ്ട്. അത് അതായത് അതിന്റെ വിഷ്വൽ എന്ന് വെച്ചാൽ ഇങ്ങനെ തുറന്നിട്ടൊരു ഭൂമിയില് നീല വെളിച്ചത്തില് ഒരു കുഞ്ഞ് തീ കത്തുന്നതിന്റെ ഇടയിൽ വൈഡ് ഫ്രെയിമുകളില്ലേ, അച്ഛാ അങ്ങനെയാണ് ആ കഥ പോവുള്ളൂ. അങ്ങനെ സഞ്ചരിക്കാൻ അതിന്റെ ആ കഥയ്ക്ക് പറ്റുള്ളൂ, ആ താളത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ പ്രേക്ഷകന് പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അഭിനയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു വരുമ്പോ, മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ആ മറ്റേ കാളവണ്ടിന്ന് അടിച്ച് ഫിറ്റായിട്ട് കഴിച്ച നല്ല ഫിറ്റും പുറത്തന്നെ 2 കാലിങ്ങനെ വന്നിട്ട് നടന്നു വരുന്ന സീനുണ്ട്. അങ്ങനെ നടക്കാൻ നിങ്ങളുടെ നടന്മാരിൽ മിക്കവർക്കും പറ്റും, എനിക്ക്